ട്രെയിൻ മാറി കയറിയതിനെ തുടർന്ന് ഇറങ്ങാൻ ശ്രമിക്കുന്നതിനിടെ ഉണ്ടായ അപകടത്തിൽ കാസർഗോഡ് സ്വദേശിയായ യുവാവിന് ഇരുകാലുകളും നഷ്ടമായി. കാസർഗോഡ് പെരുമ്പള ലക്ഷം വീട് ഉന്നതിയിലെ അർഷാദിനാണ് മാരാരിക്കുളം റെയിൽവേ സ്റ്റേഷനിലുണ്ടായ അപകടത്തിൽ പരിക്കേറ്റത്. എറണാകുളത്ത് ചികിത്സയ്ക്ക് പോയി മടങ്ങുന്നതിനിടെയായിരുന്നു അപകടം. നിലവിൽ അർഷാദ് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. സ്റ്റാർട്ട് യുവർ ജേർണി വിത്ത് കോൺഫിഡൻസ്. ജിടെക് എഡ്യൂക്കേഷൻ. ഫാത്തിമ ആർക്കേഡ്, ഓപ്പോസിറ്റ് ന്യൂ ബസ് സ്റ്റാൻഡ്, കാസർഗോഡ്. ടെലിഫോൺ 7736 100 443 04994 227432. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുന്ന കാസർഗോഡ് പെരുമ്പള സ്വദേശി അർഷാദിനാണ് കഴിഞ്ഞ ചൊവ്വാഴ്ച മാരാരിക്കുളം റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അപകടമുണ്ടായത്. എറണാകുളം ജനറൽ ആശുപത്രിയിൽ മാനസികാസ്വാസ്ഥ്യത്തിന് ചികിത്സ തേടിയിരുന്ന അർഷാദ് തിങ്കളാഴ്ചയാണ് കാസർഗോഡ് നിന്ന് പുറപ്പെട്ടത്. മരുന്ന് വാങ്ങി തിരികെ വരാൻ കയറിയ ട്രെയിൻ മാറിപ്പോവുകയായിരുന്നു. തിരുവനന്തപുരത്തേക്കുള്ള രപ്തിസാഗർ സൂപ്പർഫാസ്റ്റിലാണ് അർഷാദ് കയറിയത്. മാരാരിക്കുളം എത്താറായപ്പോഴാണ് ട്രെയിൻ മാറിയ വിവരം അർഷാദ് അറിയുന്നത്. സ്റ്റേഷനിൽ വണ്ടി വേഗത കുറച്ചപ്പോൾ പ്ലാറ്റ്ഫോമിലേക്ക് ചാടിയിറങ്ങാൻ ശ്രമിക്കുന്നതിനിടെ ചുവടുപിഴച്ച് തീവണ്ടിക്കടിയിൽ പെടുകയായിരുന്നു. വലതുകാൽ സംഭവസ്ഥലത്തു തന്നെ അറ്റുപോയി. ഗുരുതരമായി പരിക്കേറ്റ ഇടതുകാൽ പിന്നീട് ശസ്ത്രക്രിയയിലൂടെ മുറിച്ചുമാറ്റി. കാസർഗോഡ് സീതാങ്കോളി ടൗണിലെ തെരുവിൽ തോർത്തുവിറ്റാണ് അർഷാദും ഉമ്മ ആയിഷയും ജീവിച്ചിരുന്നത്. സ്വന്തമായി വീടില്ലാത്ത ഈ കുടുംബം വാടക വീട്ടിലാണ് താമസം. ഹൃദ്രോഗിയായ ആയിഷയ്ക്ക് ആകെയുള്ള ആശ്രയമായിരുന്നു 24-കാരനായ അർഷാദ്. നിലവിൽ അർഷാദിന്റെ ചികിത്സാ ചിലവുകൾക്കായി പൊതുപ്രവർത്തകരായ UM കബീറും ഹാഷിം വണ്ടാനവുമാണ് രംഗത്തുള്ളത്. ന്യൂസ് 14 ലൈവ്, കാസർഗോഡ്.